ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ നമ്മുടെ യാത്രാ സീരീസിൽ ഇന്നിപ്പോൾ നമ്മൾ ഗോൾഡ് കോസ്റ്റിലാണ്. ഗോൾഡ് കോസ്റ്റിൽ നമ്മൾ ന്യൂകാസിലേക്ക് പോവാണ്. ഓൾമോസ്റ്റ് ഒരു 700 കിലോമീറ്റർ നമുക്കിന്ന് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികൾ എല്ലാം ഫുൾ കാലിയാക്കി കേട്ടോ. ഇന്നലെ ഇതായിരുന്നു നമ്മുടെ പണി. വണ്ടി ഫുള്ള് എം ടി ആക്കി നമ്മൾ ഫുൾ സർവീസിന് കൊടുത്തു. അവർ നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ ബൈക്കും സാധനങ്ങളെല്ലാം തിരിച്ചെല്ലാം ലോഡ് ചെയ്ത്, ഇത്രയും ദിവസം നമ്മുടെ കൂടെ 4 വണ്ടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ 2 വണ്ടി തിരിച്ചു പോകുള്ളൂ. 2 വണ്ടി ഇവിടെ തന്നെയാണ്. അവരെ ഗോൾഡ് കോസ്റ്റിലുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഗോൾഡ് കോസ്റ്റ് ന്യൂകാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് പിന്നെ ഞാനും ബിനോയ് ചേട്ടനുമായിരിക്കും സിഡ്നിയിലേക്ക് പോവാം. സിഡ്നി ചെന്നിട്ട് വൂളംകോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബിനോയ് ചേട്ടനുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് അപ്പോൾ കാണാം. അപ്പോൾ ഇന്നത്തെ യാത്രാ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ട്രെയിലർ കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ട്രെയിലറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ട്രെയിലർ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സിഡ്നി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഫുള്ളും മഴയും തണുപ്പുമാണ്. അപ്പോൾ ഇനി ഇതിനൊരു കവറൊക്കെ ഇട്ട് മൂടി ഒന്നുകൂടെ വലിച്ച് കെട്ടാനുള്ളതാണല്ലോ. ഇവിടെ കണക്ട് ചെയ്തേരാം. അവിടെ ഒരു പിന്ന് കൂടെ ഉണ്ടായിരുന്നല്ലോ. ബ്രേക്കിൻ്റെ ആണോ? ഇപ്പോൾ എയർ പോണ സൗണ്ട് കേട്ടോ. അത് എന്റെ വായിന്ന കാരണം ഈ എക്സോസില് ഇതെല്ലാം കൂടി ഇത് പൊക്കിയാ മതിയോ? എന്റെ അതിങ്ങോട്ട് എന്റെ വായിക്കാത്ത ഒരാളെ കുത്താവോ? പോയെല്ലാം കൂടി പോയിട്ട് ഞാനടുത്ത് എയർ ബ്രേക്കാണോ? എയർ വലിയ ലോറിയിലൊക്കെ നമ്മൾ ട്രെയിലർ കണക്ട് ചെയ്യില്ലേ? ഇൻഡിക്കേറ്റർ ബ്രേക്ക് ഒക്കെ ചെക്ക് ആ സ്ഥലം ഡീഷായിക്കളെ കണ്ടുള്ളൂ. പിന്നെ എയറിന്റെ ഒന്നും കുത്തുന്നതും കണ്ടില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും യാത്ര പറച്ചിലൊരു സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡും ഓക്കെ, റൈറ്റ് സൈഡ് ലെഫ്റ്റും റൈറ്റും എല്ലാം ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര പറയാൻ പോവുകയാണ്. യാത്ര പറച്ചിൽ എപ്പോഴും ഒരു സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ചേട്ടൻ്റെ കഥകളും പാട്ടുകളും സൂപ്പറായിരുന്നു. അപ്പോൾ ഇതുപോലെ അടുത്ത കഥയും പാട്ടും ഫുഡിനായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. ശരി, ഓക്കെ, ബൈ. അഭിഷേട്ടാ, അപ്പോൾ വീണ്ടും സന്ധിക്കുന്ന വരെ താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച് ഞങ്ങളെ അടിപൊളി ഭക്ഷണവും കാര്യങ്ങൾ, സീനിയേഴ്സിൻ്റെ പുറത്ത് പറയാൻ പറ്റാത്ത കഥകൾ, ഇതൊക്കെ ഇതിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പം ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം. അതെ, തീർച്ചയായും. സ്വാഗതം എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ ചേച്ചിയോട് പിള്ളേരുടെ എല്ലാവരും പറയാം. തീർച്ചയായും. നമ്മുടെ മിനിയുടെ നമ്പർ പ്ലേറ്റിൽ നോക്കിയാൽ അത് 72 മോഡലാണ്. നമ്മുടെ ഈ തൊട്ടടുത്തിറക്കുന്ന വണ്ടി ഹോൾഡൻ്റെ വണ്ടി ടൊറാന V8 ആണ്. അതാണ് നമ്പർ പ്ലേറ്റിൽ V8 എന്ന് കൊടുത്തത്. 77 മോഡൽ. അത് റേസിനൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വെക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ട്രെയിലറിലേക്ക് സാധനങ്ങളെല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്കകം കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ലഗേജ് മാത്രമേ കയ്യിൽ കീപ്പ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ട്രെയിലറിലേക്കാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഷിനോജേട്ടൻ നമ്മുടെ കൂടെ തന്നെ വരുമെന്ന് തോന്നണമല്ലോ. നമ്മളെ വിട്ടു പിരിയാൻ പുള്ളിക്ക് മനസ്സ് വരുന്നില്ല എന്ന് തോന്നണം. V6 പെട്രോളാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വണ്ടിയുടെ
ഡിഫറൻഷ്യലിലെ കവർ ഇട്ടേക്കണല്ലേ? എന്താ അവൻ്റെ ലിഫ്റ്റ്. ഫുള്ളി കസ്റ്റം ബിൽറ്റ് ആണ് അവൻ. കണ്ടു ഫുള്ളി കസ്റ്റം ബിൽറ്റ്. അടിപൊളി സാധനം കേട്ടോ. ഒറിജിനൽ സാധനം എടുത്ത് മാറ്റി അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇടയ്ക്ക് റേസിംഗ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെയർ 4 ടയറും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഏത് വണ്ടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിസാൻ സിൽവിയ. നാട്ടിലോട്ട് തിരിച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജിമ്മിയിലേക്ക് എൻ്റെവറിലേക്കും കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ അകത്തേക്ക് എന്നിട്ട് ഞങ്ങളെ കാണിച്ചു തരാം. നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. ആ കുറച്ച് ടൈമുകളിൽ ഞാനൊന്ന് സാധനങ്ങൾ തപ്പിയെടുക്കട്ടെ കേട്ടോ. കിങ്സിൻ്റെ അകത്തോട്ടാണ് കയറിയിരിക്കുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വണ്ടിയിലൊരു ഡെമോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ലാൻഡ് ക്രൂസറിൻ്റെ ഒരു പകുതി വെട്ടി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിറച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും മേടിക്കട്ടെ കേട്ടോ, എടുത്തു വെക്കട്ടെ കേട്ടോ. ടോപ്പ് ടെൻറ്റ്, സോളാർ പാനൽ, എയർ ലിഫ്റ്റ് ജാക്ക്, ഓണിങ്സ്, ഫ്രിഡ്ജ്, ഫ്രീസർ, ടെൻസ്. ഓ മൈ ഗോഡ്, എന്തോരു സാധനങ്ങളാണെന്ന് നോക്കി. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ നാട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകും. ആപ്പാട് എനിക്ക് കൊണ്ടുപോകുന്ന വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 27 കണ്ടാണ്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഓൾറെഡി അത്രയും തന്നെ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഞാൻ നാട്ടിൽ കൊണ്ടുപോകും ഇതെല്ലാം കൂടെ. ഇവിടെ അടുത്തൊരു യൂട്ടിൻ്റെ ഒക്കെ ബാക്കിൽ വെക്കുന്നത്, നമ്മുടെ പിക്കപ്പ് വണ്ടികളിലൊക്കെ ബാക്കിൽ വെക്കുന്ന ഒരു ഫുൾ കാനോപ്പി സെറ്റ്, ജനറേറ്റർ, സ്റ്റോറേജ് സ്പേസുകൾ എന്തൊക്കെയാണല്ലേ. ഫ്രിഡ്ജ്, അവിടെ വേറൊരെണ്ണം. 1 മണിക്കൂർ സമയമാണ് എനിക്ക് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള തപ്പി കണ്ടുപിടിക്കും. ഇങ്ങനെ ഇതെല്ലാം ഓടി കിടന്ന് കാണുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം ഫ്ലൈറ്റിൽ അതിൽ മാത്രം കൊണ്ടുപോകാനുള്ള ലഗേജിൽ വെയിറ്റ് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ മേടിച്ച് 2 സെറ്റ് റോക്ക് ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരിയറിലും വണ്ടിയുടെ അടിയിലൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലഞ്ച് കഴിക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. ലഞ്ചെല്ലാം കഴിച്ചു. ഇനി നമുക്കൊരു 4 മണിക്കൂർ ഇങ്ങനെ ഡ്രൈവ് ഉണ്ട്. സൺസെറ്റ് ആയി തുടങ്ങി, നല്ല തണുത്ത് തുടങ്ങി. സിഡ്നിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിൽ അവിടെ നല്ല മഴയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറി ഓടിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ. നടുവൊക്കെ ഒരു പരുവായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഓടിയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ ട്രെയിലറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു 10-200 കിലോമീറ്ററോളം ട്രെയിലറുമായിട്ട് ഓടിക്കാൻ പറ്റി. നടുവിന് ചെറിയൊരു കുറുക്കം വന്നിട്ടുണ്ട്. നല്ല തകർപ്പൻ മഴയും കൂടെയായിരുന്നു. ജാക്കറ്റൊക്കെ എടുത്ത് തുടങ്ങിയല്ലോ, തണുക്കാൻ തുടങ്ങിയോ? അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ കാറ്റാടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. തണുപ്പൊന്നൊന്നുമില്ലേ? അവിടെ ചൂടായിരുന്നല്ലോ. നമ്മുടെ ട്രെയിലറിൽ എല്ലാ സാധനം ഉണ്ടല്ലോ അല്ലേ? ഒന്നും പറഞ്ഞു പോയിട്ടില്ലല്ലോ. നമ്മൾ ജാക്കറ്റും ബീനിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തണുപ്പായി തുടങ്ങി. നമ്മൾ അങ്ങോട്ട് നോർത്തിലോട്ട് പോയപ്പോഴത്തേക്ക് നിക്കറൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് നടന്നായിരുന്നു. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ട്രക്കൊക്കെ പോകുന്നൊരു സ്പീഡോ അതല്ലേ ഇത്രയും ലെങ്തില് കൊറിഗേഷൻ. അങ്ങനെ ഫൈനലി നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചെത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിലറിലുള്ള സാധനങ്ങൾ എംപ്റ്റി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ വണ്ടിയിൽ ഇങ്ങനെ കയറിയതാണ് കേട്ടോ. ഇപ്പോഴാണ് എത്തിയത്. നല്ല തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളൊന്ന് ഇറക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 വണ്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് നിന്ന് 2 വണ്ടി ജോയിൻ ചെയ്തു. ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടെ പിരിയുകയാണ്. അപ്പോൾ ശ്രീനായിട്ടാ
അടിപൊളി ട്രിപ്പായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു യാത്ര പറച്ചിൽ എപ്പോഴും ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, ഇനിയും കാണാം. ബിനോച്ചൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ യാത്ര പറയുന്നില്ല കിരൺ ചേട്ടാ. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയും കാണാം നമുക്ക്. ടിനിച്ചൻ്റെ അടുത്ത് രാവിലെ യാത്ര പറയുന്നത്. ടോണി ചേട്ടാ, എന്തായാലും നമുക്ക് കാണാം. ഇടുക്കി കഥകളുമായിട്ട് ഇനി ഒന്നുകൂടെ കാണാം. അവിടെ തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.